അവരത് ഒരു വൈകൃത ഓരോ സ്ഥലത്തും അവരുടെ ശരീരത്തിന് ചില ദേശത്തെ കൃഷ്ണപ്രസാദ് പുലികളിയുടെ അയ്യന്തോൾ ദേശത്ത് നിന്നുള്ള കലാകാരൻ ആണ് കൃഷ്ണപ്രസാദ് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? അതായത് VK ശ്രീരാമന്റെ പരാമർശം, അദ്ദേഹം ഈ ശരീരം തടിച്ചിരിക്കുക, വയർ ചാടിയിരിക്കുക, മാറ് തള്ളിയിരിക്കുക എന്നതിനെയൊക്കെ വൈകൃതമെന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മളത് കണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ തിരിച്ച് മറുപടി കൊടുത്തിരുന്നു. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെ പബ്ലിസിറ്റി കൺവീനറാണ് ഞാനൊരു കലാകാരനല്ല, പക്ഷെ കലാകാരന്മാരുടെ വിഷമം മനസ്സിലാക്കിയ ഒരാളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ബോഡി ഷെയ്മിങ് നടത്തുമ്പോൾ ഈ ഒരു വർഷത്തോളം അടുത്ത പുലിക്കളിക്ക് വേണ്ടി തയ്യാറെടുത്ത് കാത്തിരിക്കുന്ന കുറെ കലാകാരന്മാരുണ്ട്. അവരെ അപേക്ഷിച്ച് സുന്ദരമായ വരകൾക്ക് വേണ്ടി ശരീരത്തിന്റെ ആകാരഭംഗി എന്ന് പറയുന്നത് അവരെ അപേക്ഷിച്ച് വയറും അതുപോലെ തന്നെ വരയ്ക്കാനുള്ള വലിയൊരു ക്യാൻവാസാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ശരീരപ്രകൃതിയുള്ള ആളുകൾ രാവിലെ 4 മണി മുതൽ വൈകിട്ട് രാത്രി 12 മണി വരെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കലയ്ക്ക് തയ്യാറായി വരുന്നത്. ഇവര് 5 കിലോഗ്രാം വരെ വെയിറ്റുള്ള അരമണി അരയിൽ കെട്ടി അതിനുവേണ്ടി ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ വടിച്ചു നീക്കി അതിന്റെ മുകളിലാണ് ഭംഗിയുള്ള പെയിന്റുകൾ വരച്ചു തീർക്കുന്നത്. ഇത്തരത്തിലുള്ള പുലിമുഖങ്ങളോ പുലിരൂപങ്ങളോ വരച്ചു തീർക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാനും കൂടിയാണ്. അവർ അത്രയും ത്യാഗം അനുഭവിച്ചിട്ടാണ് ഇത്തരം കലാരൂപത്തിന് അവർ തയ്യാറാവുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പുലിക്കളി കലാകാരന്മാര് വരയ്ക്കാനുള്ള വലിയൊരു ക്യാൻവാസിന് വേണ്ടിയിട്ടാണ് അവരുടെ ശരീരം വളർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വികൃതമായ രൂപം ഉള്ള ആളുകളല്ല കളിക്കാൻ വരുന്നത്, മറിച്ച് ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ്. അദ്ദേഹം തന്നെ VK ശ്രീരാമൻ, അദ്ദേഹം വലിയൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് അദ്ദേഹം അതിന് താഴെ പറഞ്ഞിട്ടുണ്ട് പരിശീലന കളരിയുടെ ഫോട്ടോ ആണെന്ന്. ഈ പരിശീലന കളരി എന്ന് പറയുന്നത് ഈ 51 പുലിക്കളി കലാകാരന്മാരെ വേണ്ട രീതിയിൽ കൃത്യമായ പരിശീലനം നടത്തിക്കൊണ്ട് അവരിതിനു വേണ്ടി തയ്യാറെടുത്ത് ഈ ദിവസത്തിന് വേണ്ടി 1 വർഷത്തോളം കാത്തിരുന്ന് പ്രവർത്തിക്കുന്ന കളിക്കുന്ന ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാരാണ്. സാധാരണ പുലിക്കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു മതത്തിന്റെയോ ഒരു കക്ഷിയുടെയോ ഒരു രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒന്നല്ല. ഇതിന് ജാതിയില്ല, മതമില്ല, കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ലിംഗമില്ല, ഭാഷയില്ല. ഇവിടെ പുലിക്കളി കലാകാരന്മാർ എന്ന് പറയുന്നത് ഈ ഒരു ഹൃദയ താളം തന്നെ പുലിത്താളമാണ്. അതായത് ഈ പുലിക്കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുലിക്കൊട്ട് എന്ന് പറയുന്നത് ആ ഒരു ത്രിപിട താളത്തിൽ കൊട്ടുന്ന മേളത്തിനനുസരിച്ച് ചുവട് വെക്കുന്ന പുലിക്കളി കലാകാരന്മാരാണ്. ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ബോഡി ഷെയ്മിങ് നടത്തുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ആണ് പോകുന്നത്. അവർ ഇതിനു വേണ്ടി തയ്യാറായിട്ട് ഇതിനു വേണ്ടി കളിക്കാൻ തയ്യാറാവുന്നതാണ്. പല സ്ഥലങ്ങളിലും ഈ പുലിക്കളി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്ന അത് സംസ്ഥാന സമ്മേളനങ്ങളായിക്കോട്ടെ, ജാഥകളായിക്കോട്ടെ, കടകളുടെ ഉദ്ഘാടനമായിക്കോട്ടെ, അതിനൊന്നും വരുന്ന പുലിക്കളിയായിട്ട് കാണരുത്. അതൊന്നും തന്നെ വെറും വേഷരൂപങ്ങൾ മാത്രമായിരിക്കും. അത്തരത്തിലുള്ള പുലിക്കളി കണ്ടിട്ട്, അത്തരത്തിലുള്ള രൂപങ്ങളെ കണ്ട് ഒറിജിനൽ പുലിക്കളിയെ അറിയാതെ ഇത്രയും വലിയൊരു കലാകാരൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതിഷേധം അറിയിക്കുന്നു. അദ്ദേഹം നിർബന്ധമായും ആ പോസ്റ്റ് പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നാണ് അയ്യന്തോളിന്റെ ആവശ്യം. വളരെ നന്ദി ശ്രീ കൃഷ്ണപ്രസാദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ കലകൾക്ക് അങ്ങനെ നിയതമായ രീതിശാസ്ത്രങ്ങളൊന്നുമില്ല. സിനിമകളിൽ തന്നെ ഒട്ടേറെ പ്രമേയങ്ങൾ വരാറുണ്ട്. അതിലൊക്കെ ഓരോരുത്തരുടെയും ശരീരഭാഷ അതുമായി ബന്ധപ്പെട്ട് പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ് നിശ്ചയിക്കുന്നത്. ഇവിടെ ഈ പുലികളി അത് പല സംഘങ്ങൾ ആയിട്ടാണ്, ദേശങ്ങൾ ആണ് ഈ പുലികളിക്ക് നേതൃത്വം നൽകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം എന്നത് അവരുടെ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെയാണ്. അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഒരു തരത്തിലുമുള്ള തിന്മ നൽകുന്ന ഒരു സന്ദേശവും ഈ പുലികളിയിൽ നമുക്ക് കാണാനുമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇതിനെ ആഭാസം, വൈകൃതം എന്നൊക്കെ ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. അതിനോടാണ് പുലികളി സംഘങ്ങൾക്ക് വലിയ വിയോജിപ്പും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.